നമുക്ക് രണ്ട് പ്രധാനങ്ങളാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. ഒന്ന് ഈ ശമ്പള പരിഷ്കരണം. നമുക്ക് വേണമെങ്കിൽ അന്നത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് വളരെ നിഷ്പ്രയാസം ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു സാമ്പത്തിക പരിഷ്കരണ നടപടിയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡൊക്കെ എടുത്തു കാണിക്കാം, കോവിഡ് കാണിക്കാം, പ്രളയം കാണിക്കാം, ഏത് നിലയിലും അത് കാണിക്കാമെന്നുള്ളതാണ്. പക്ഷേ അവിടെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം എന്ന നമ്മുടെ കേരളത്തിലൊരു പതിവുണ്ട്. നമ്മളെപ്പോഴും നമ്മളൊരു ദേശീയ നിലവാരത്തിലല്ല ആ കാര്യങ്ങൾ കാണുന്നത്. കേരളത്തിലൊരു പതിവ് എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണമാണ്. ആ ശമ്പള പരിഷ്കരണം അന്ന് നടപ്പാക്കിയത് കൊണ്ട് ശരിയായ വിധത്തിൽ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏതാണ്ട് 34,000 കോടി രൂപയുടെ അധിക ബാധ്യത ഒരു വർഷം 24,000 ഓക്കെ 30,000-ഓളം വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എന്തായാലും ആ കണക്കിലേക്ക് പോക്കാം. പക്ഷേ നോക്കൂ, നമ്മൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു സാമ്പത്തിക ബാധ്യതയായും നമ്മൾ കാണരുത്. അതിനപ്പുറത്തേക്ക് അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് ഒരു രൂപ എൻ്റെ പോക്കറ്റിൽ വന്നാൽ അതിൻ്റെ 4 ഇരട്ടിയാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് അതെ, അത് അതിന് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ സമയത്ത് ഈ 2018, 2019, 2020 കാലങ്ങളിൽ നമ്മുടെ ഗ്രോത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൈനസാണ്. മൈനസ് ഗ്രോത്ത് റേറ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു 25,000 അടുപ്പിച്ച് കോടി രൂപയുടെ. കറക്റ്റാണ്, ഞാൻ അതിനോട് ആ വാദത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ശമ്പളം വെട്ടിക്കുറച്ചിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. ആ വെട്ടിക്കുറച്ചതുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളും. ആ ഘട്ടത്തിലാണ് കേരളം എന്ത് ചെയ്യുന്നത്? ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. അത് കെടുകാര്യസ്ഥതയല്ല, അതിനെ കെടുകാര്യസ്ഥത എന്ന് നമുക്ക് പറയാനാവില്ല. പിന്നെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ സംസ്ഥാന സർക്കാർ ജീവനക്കാരുള്ളൂ എന്ന് കണ്ട് നമുക്ക് ആ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വെക്കാനോ അവരുടെ ശമ്പള പരിഷ്കരണം നിർത്തിവെക്കാനോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത്, സ്റ്റേറ്റ് തന്നെ അതിൻ്റെ മെഷീനറിയെ കൃത്യമായി നടത്തുക എന്നുള്ളത് ഒരു സാമ്പത്തികമായി ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംവിധാനങ്ങളോട് കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റാണ്. ഞങ്ങളുടെ സംവിധാനത്തെ ഞങ്ങൾ ചലനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. നികേഷ് ആ പറയുന്ന വളരെ ബ്രോഡ് മൈൻഡഡ് ആയ ഒരു അപ്രോച്ചിനെ ഞാൻ അംഗീകരിക്കുമ്പോഴും ഞാനൊരു ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ടല്ല, സംസ്ഥാന സർക്കാർ ആ ഘട്ടത്തിൽ ബ്രോഡ് മൈൻഡഡ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുൻകാലങ്ങളിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മുൻകാലങ്ങളിൽ എ കെ ആന്റണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇതേ സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് ഒരു ഏറ്റുമുട്ടലിൻ്റെ സമീപനം എടുത്തു. അന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത്? എ കെ ആന്റണിക്ക് പിന്മടക്കം വേണ്ടി വന്നു. എ കെ ആന്റണിക്ക് ആ പറയുന്ന യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എന്താണോ സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചത് ആ നിലയിലേക്ക് എ കെ ആന്റണിക്ക് പിന്തിരിയേണ്ടി വന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എപ്പോഴും സർക്കാർ അതിൻ്റെ സ്വന്തം പടയാളികളോട് ഏറ്റുമുട്ടുന്ന ഒരു സമീപനം വിജയിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒറ്റ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ഒരു ബ്രോഡ് മൈൻഡായ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുന്നു. നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് മൈനസ് ഗ്രോത്ത് ആയിരുന്നു. പ്ലസ് ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സമരം എന്ന് പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ സമരം ഈ DA കുടിശ്ശികയായിട്ട് ബന്ധപ്പെട്ട് 18,000 കോടി രൂപയാണ് DA കുടിശ്ശികയുള്ളത്. 6 DA ആണ് നമുക്ക് കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ 3% ആളുകൾക്ക് നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കടമെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്. ശരിക്കും മൂലധന ചിലവിന് വേണ്ടിയിട്ടാണ്. റവന്യൂ ചെലവ് വരുമ്പോൾ നോക്കിയോ, നിങ്ങൾ ഈ ദൈനംദിന ചെലവുകളിൽ നിന്നാണ് ശമ്പളം അടക്കമുള്ള വലിയ തെറ്റിദ്ധാരണയായിരുന്നു. അന്നേരം തോമസ് ഐസക് തന്നെ അത് പറഞ്ഞിരുന്നു. മൂലധന എങ്ങനെയാണ് കടം വരുന്നത്? നിങ്ങളുടെ റവന്യൂ ചെലവിൻ്റെ എത്ര ശതമാനമാണെന്നാണ് പറഞ്ഞത്? പെൻഷനും ശമ്പളവും 70% താഴെയാണ്. 34-ഉം 26-ഉമാണ് കണക്ക്. അതായത് റവന്യൂ വരവിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കൂ. റവന്യൂ നമുക്ക് കിട്ടുന്ന നികുതി പിരിച്ച് കിട്ടുന്ന നികുതിയേതര വരുമാനങ്ങളിൽ നിന്ന് കിട്ടുന്നതിൻ്റെയും 70% താഴെയാണ്. അല്ലല്ല, തനത് വരുമാനം 56 രൂപ. അതിൽ 51 രൂപ പോകുന്നത്
ഈ പറയുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെ 51. നിങ്ങൾ എന്തിനാ കടമെടുക്കുന്നത്? അല്ലല്ല, കടമെടുക്കുന്നു എന്ന് പറയുന്നത് ഈ 51 രൂപ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള എത്ര രൂപയാണ്? 21 രൂപയുള്ളൂ കടമെടുപ്പ്. അതല്ല, 21 രൂപയാണ് അല്ല, കേന്ദ്ര വിഹിതം. അല്ല, അവിടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? 23 രൂപയാണ്. ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് എപ്പോഴാണ് സാധ്യമാവുന്നത്? 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ DA-യുടെ വർധനവ് 100% മുകളിൽ പോകുന്ന ഘട്ടത്തിലാണ്. കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വരുന്നത് നോക്കൂ, 6%, 8, 10, 25, 30, അങ്ങനെ 70% DA നിൽക്കുമ്പോഴാണ് ഈ DA മെർജ് ചെയ്താണ് ശമ്പള പരിഷ്കരണം സാധ്യമാവുന്നത്. അവിടെ വന്നേക്കുന്ന വർധനവ് എത്രയാണ്? 24,000 കോടി രൂപ മാത്രമാണ് അവിടെ വർധനവ് വന്നത്. 24,000 കോടിയാണ്. അങ്ങനെ വരുമ്പോൾ 3 വർഷമാകുമ്പോൾ അതെങ്ങനെ ആവുക? 24,000 കോടി രൂപയുടെ വർധനവ് ശമ്പള പരിഷ്കരണത്തിൽ കുടിശ്ശികയടക്കം കൊടുക്കാനാണ് 24,000 കോടി. അത് ആ വർഷത്തെ മാത്രമല്ല, ആ വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിശ്ശികയടക്കമാണ് അത് കൊടുക്കുന്നത്, ഇത്ര വർഷത്തെ. അതല്ല പിന്നീട് തൊട്ടടുത്ത വർഷം വരുന്നത്. പിന്നീട് ഗ്രാജുവലായി നിങ്ങൾ കൂട്ടുന്ന DA ഉണ്ടല്ലോ, ഈ കൊടുക്കാത്ത DA അടക്കം ഇനി കൊടുത്തു നിൽക്കുമ്പോൾ ഇതേ തുക വരും. നോക്കൂ, ഇപ്പൊ എത്രയാ? 18,000 കോടിയാണ് DA. 6 DA കൊടുക്കും. 6 DA-ക്ക് 18,000. ശമ്പള പരിഷ്കരണത്തിൽ എത്രയാണ് ഉണ്ടാക്കിയത്? 24,000. വലിയ വർധനവാ? അല്ല, എനിക്ക് ആ കണക്ക് മനസ്സിലായിട്ടില്ല. DA വർധനവ് 6%. ഞാനൊന്ന് ചോദിക്കട്ടെ സാറേ, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞു. അതായത് 46,670 കോടി രൂപയാണ് 2020-21. അതിൽ മാത്രം നിൽക്കല്ലേ? ഇല്ലില്ല. അല്ലല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വിഷയം. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ അതിനകത്ത് വ്യക്തമാക്കി, ഞാൻ പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. 6 DA എന്ന് പറയുന്നത് തന്നെ വരുന്നത് എത്രയാണ്? 6 DA എന്ന് പറയുന്നത് തന്നെ ഏകദേശം 18,000 കോടി രൂപ വരുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ശമ്പള പരിഷ്കരണം മൊത്തം ബാധ്യത വന്നിരിക്കുന്നത് എത്രയാണ്? 24,000 എന്ന് പറഞ്ഞാൽ ഈ DA-യുടെ വർധനവ് തന്നെ വലിയ കണക്കാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വലിയ കണക്കല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, ഇത് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നോക്ക്, രണ്ടാമത്തെ പ്രധാന Meet the editors.